ടി മോഡലിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി സെക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് അത്യാവശ്യം ഡൗട്ടൊന്നും ഇല്ലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ബേസിക് ആയിട്ടുള്ള പോർഷൻസൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ +2 സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സ്വാഭാവികമായിട്ടും വലിയ കാര്യങ്ങളൊന്നും വാരി വലിച്ച് പറയുന്നില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? നമ്മളിപ്പം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആധികാരികമായിട്ട് പലരും ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും പറ്റി പല കാര്യങ്ങളും പറയുമായിരിക്കും. പക്ഷേ ശരിക്കും എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് റെപ്പറ്റീഷനായിട്ട് തോന്നാം. പക്ഷെ എന്നാൽ കൂടി പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കേൾക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആൽഫബറ്റ് മാത്രമാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റൈറ്റ് സൈഡിനെ സൂചിപ്പിക്കുന്ന ഒരു ആൽഫബറ്റാണ് ക്രെഡിറ്റ്. അല്ലാതെ ഇതിന് വേറെ ഒരു കാര്യമായിട്ട് ഒരു ബന്ധവുമില്ല. ജസ്റ്റ് ലെഫ്റ്റും റൈറ്റും സൂചിപ്പിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ 2 ആൽഫബറ്റ്സാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിനെ നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടും അതിനൊരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടും നമ്മളതിനെ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു ലെഫ്റ്റിനെ. അതുപോലെ റൈറ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്നും വിളിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ലാതെ വല്ല എ എന്നോ ബി എന്നോ ഇട്ടാൽ പോരെ? എന്തുകൊണ്ട് നമ്മളിതിനെ ഡെബിറ്റെന്നും ക്രെഡിറ്റെന്നും തന്നെ എടുത്ത് പറയുന്നു? അപ്പോൾ നമുക്കറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പല വലിയ ഓർഗനൈസേഷൻസിൻ്റെയും കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അപ്പോൾ ഈ കണക്കുകളെല്ലാം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വെരിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഈ വെരിഫിക്കേഷന് വരുന്ന ആൾക്കാരും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അവർ പഠിക്കുന്ന ഇതിനൊരു റൂളുണ്ട്. അപ്പോൾ ഈ റൂൾ അനുസരിച്ചിട്ടല്ലേ നമുക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റൂൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ ഈ റൂൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എ എന്നും ബി എന്നും ഇട്ടിട്ട് വേറെ ആൾക്കാർ അവർക്ക് ഈസി ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വെരിഫിക്കേഷൻ എളുപ്പമാവത്തില്ല. മാത്രമല്ല അത് അക്കൗണ്ടിങ് റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറയുന്ന 2 ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡിലാണ് ഡെബിറ്റ്, റൈറ്റ് സൈഡിലാണ് ക്രെഡിറ്റ്. ഇനി ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോയിനെയാണ് ഡെബിറ്റ് സൈഡ് സൂചിപ്പിക്കുന്നത്. ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്നെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. പുറത്തുനിന്നും ക്യാഷ് നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 2 സൈഡ് ആവശ്യം വരുന്നത്. ക്യാഷിൻ്റെ ജസ്റ്റ് ഔട്ട്ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ക്യാഷ് എങ്ങോട്ടാണ് വരുന്നത്, ക്യാഷ് ബിസിനസ്സിനകത്തേക്കാണോ പുറത്തേക്കാണോ പോകുന്നതെന്ന് നോക്കുക. ക്യാഷ് ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലും സൂചിപ്പിക്കുന്നു, ക്യാഷ് ബിസിനസ്സിനകത്തേക്ക് വരുന്നതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒഴിച്ചുകൂടാനാവാത്ത 4 ഫാക്ടേഴ്സാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക, ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇതിൽ ഏതൊക്കെയായിരിക്കും ക്യാഷ് ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരുന്നത്, ഏതൊക്കെയായിരിക്കും ക്യാഷ് ബിസിനസ്സിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അപ്പോൾ എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്കത് ക്യാഷ് അകത്തേക്ക് വരുവാണോ പുറത്തേക്ക് പോകുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്താണ് അസറ്റ് എന്ന് പറയുന്നത്? അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തി. ബിസിനസ്സിൻ്റെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്നതാവാം, അല്ലാതെ നമ്മൾ ആർജിക്കുന്ന ആസ്തികളും ഉണ്ട്. അപ്പം പണം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ആസ്തി ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പണം എങ്ങോട്ട് പോകുന്നു? പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അസറ്റ് മേടിക്കുമ്പോഴത്തേക്കും പൈസ പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അസറ്റ് മേടിക്കുമ്പോൾ പൈസ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അസറ്റിനെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് ലയബിലിറ്റി.
ലൈബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ബാധ്യതയാണ്. ബാധ്യത എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ബാധ്യത ഉണ്ടാകുന്നത്? മറ്റൊരാൾക്ക് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ബാധ്യത എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് എന്തുകൊണ്ട് കാശ് കൊടുക്കേണ്ടി വരുന്നു? അയാളുടെ കാശ് നമ്മുടെ ബിസിനസ്സിനകത്ത് നിൽക്കുന്നത് കൊണ്ട് അയാൾക്ക് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അയാളുടെ കാശ് ബിസിനസ്സിനകത്ത് നിൽക്കുന്നു എന്നുള്ളതിന് ക്യാഷ് എവിടേക്കാണ്? ബിസിനസ്സിനകത്തേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ലയബിലിറ്റിയെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഓർക്കുക ഒന്നുകൂടെ, അസറ്റിനെ നമ്മളെപ്പോഴും ഡെബിറ്റ് സൈഡിലും ലയബിലിറ്റിയെ നമ്മളെപ്പോഴും ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തുള്ള രണ്ട് കാര്യങ്ങളാണ് ഇൻകവും എക്സ്പെൻസും. ഇൻകവും എക്സ്പെൻസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻകം എന്ന് പറഞ്ഞാൽ വരവാണ്, വരുമാനമാണ്. വരുമാനം കാശ് ബിസിനസ്സിനകത്തേക്കാണ് വരുന്നത്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിനകത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇൻകം നമ്മളെപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, വലത് സൈഡിലായിരിക്കും. അതുപോലെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പൈസ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ക്യാഷ് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളതിനെ ഡെബിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളാണ് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്. ഇതിൽ അസറ്റും എക്സ്പെൻസും നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും, ഇൻകവും ലയബിലിറ്റിയും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. പലരും ഇതിപ്പോഴും സംശയമാണ്, പല പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എങ്കിൽ പോലും സംശയം തോന്നുന്ന കാര്യമാണ്. അസറ്റിനെയും ഇൻകത്തിനെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ ഒരിക്കലും അസറ്റിനെ ഇൻകത്തിനെയും നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. കാരണം അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് പുറത്തേക്ക് പോകുന്നതും ഇൻകം എന്ന് പറയുന്നത് ക്യാഷ് അകത്തേക്ക് വരുന്നതുമാണ്. അതുകൊണ്ട് ഇതെപ്പോഴും അസറ്റ് എപ്പോഴും നമുക്ക് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ ഇൻകം നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ് തിരിച്ചും. ലയബിലിറ്റി എക്സ്പെൻസ് മിക്ക ആൾക്കാരും ഒരുപോലെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും, പക്ഷേ അത് തെറ്റാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് ശരിക്കും ബിസിനസ്സിനകത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിലും. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് പുറത്തേക്ക് പോകുന്നതായതുകൊണ്ട് അതിന് നമുക്ക് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കുക. അപ്പം പറഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അസറ്റും എക്സ്പെൻസും ആയിരിക്കും. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻകവും ലയബിലിറ്റി ആയിരിക്കും. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള കോൺസെപ്റ്റ്സ് പറയാൻ വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. അപ്പോൾ നോർമലായിട്ടുള്ള കേസിൽ അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസും ഇൻകത്തിനും ലയബിലിറ്റിക്കും ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഇനി അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. അസറ്റ് ഇൻക്രീസ് ചെയ്യുക മീൻസ് അസറ്റ് പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങി. അസറ്റ് പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ബിസിനസ്സിൻ്റെ ക്യാഷ് പുറത്തേക്ക് പോകുന്നു. ബിസിനസ്സിൻ്റെ ക്യാഷ് പുറത്തേക്ക് പോയാൽ നമ്മളതിനെ എവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അസറ്റിനെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി അസറ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അസറ്റ് കുറയുക മീൻസ് എന്താ അർത്ഥം? അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അസറ്റ് വിറ്റു എന്നാണ് അർത്ഥം. അസറ്റ് വിൽക്കുമ്പോൾ ക്യാഷ് അകത്തേക്കാണ് വരുന്നത്, പുറത്തേക്ക് പോകുന്നതല്ല. അപ്പോൾ ക്യാഷ് അകത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ക്രെഡിറ്റ് സൈഡിലേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, അസറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക, അസറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് എക്സ്പെൻസിൻ്റെ കേസും. എക്സ്പെൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പൈസ അധികമായിട്ട് എടുത്ത് കൊടുക്കുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ പൈസ അധികമായിട്ട് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കൂടുതലായിട്ട് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി എക്സ്പെൻസ് കുറയുവാണ്, എന്താ അർത്ഥം? എക്സ്പെൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്യാഷ് ഒരിക്കലും ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. എക്സ്പെൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്യാഷ് ചിലപ്പോൾ ഡിസ്കൗണ്ട് ആയിട്ടോ എന്തിൻ്റെങ്കിലും രൂപത്തിൽ കുറച്ച് അകത്തേക്ക് വന്ന് കാണും. അപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഒരിക്കലും ക്യാഷ് അകത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പറ്റത്തില്ല, ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ്പെൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ, കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് ലയബിലിറ്റിയുടെ കേസ് നോക്കാം. ലയബിലിറ്റി കൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് കാശ് ആരുടെയെന്നൊക്കെയോ നമ്മൾ വാങ്ങിച്ച് ബിസിനസ്സിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിനകത്തേക്ക് വന്നത് കൂടി, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ലയബിലിറ്റി കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലയബിലിറ്റിയെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അടുത്ത ലയബിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ്, ബിസിനസ് കടം വാങ്ങിയ ക്യാഷ് ആർക്കൊക്കെയോ കൊടുത്തു തീർക്കുമ്പോഴാണ് ലയബിലിറ്റി കുറയുന്നത്. അപ്പോൾ കൊടുത്തു തീർക്കുമ്പം ക്യാഷ് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കതിനെ ഒരിക്കലും ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ പറ്റത്തില്ല, ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലയബിലിറ്റി കൂടിയാൽ നമ്മളതിനെ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും, ലയബിലിറ്റി കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. അതുപോലെ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ
വരുമാനം ബിസിനസ്സിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഏറ്റവും വലിയ വരുമാനമാണ് സെയിൽസ്. അപ്പോൾ സെയിൽസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻകം കിട്ടുമായിരിക്കും ബിസിനസ്സിന്. അപ്പം നമ്മളതിനെ എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇൻകം കൂടിയാൽ ആ കൂടുന്ന ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻകം കുറയുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാശ് വന്നാൽ ഇൻകം കുറയത്തില്ല, ക്യാഷ് നഷ്ടപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം കുറഞ്ഞാൽ അതിനെ ഡെബിറ്റ് സൈഡിലേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാക്കേണ്ട കാര്യം, ഇനി നമുക്ക് ഏത് അക്കൗണ്ട് കിട്ടിയാലും നമ്മൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്ന്. അസറ്റ് ആണെങ്കിൽ അസറ്റ് ഇൻക്രീസ് ആവുകയാണോ ഡിക്രീസ് ആവുകയാണോ നോക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എവിടെ പോസ്റ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. അതുപോലെ എക്സ്പെൻസ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും ഇൻകം ആണെങ്കിലും ഒക്കെ ഇൻക്രീസ് ചെയ്താൽ എവിടെ പോസ്റ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ എവിടെ പോസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് 1-2 ട്രാൻസാക്ഷൻസ്, ബേസിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്ന് നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ബിസിനസ് സംരംഭം തുടങ്ങുകയാണ്. അപ്പം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന 2 അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പം ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അപ്പം ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് അവിടെ കൂടുന്നോ കുറയുന്നോ നോക്കുക. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിനകത്തേക്ക് ഓണറുടെ കയ്യിലുള്ള കാശ് കൊടുക്കുകയാണ്. അപ്പോൾ ബിസിനസ്സിന് പൈസ കിട്ടി. ബിസിനസ്സും ഓണറും 2 വ്യക്തികളായിട്ടാണ്, എൻറ്റിറ്റി കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കറിയാം ബിസിനസ് നടത്തുന്ന ഓണറും 2 വ്യക്തികളാണ്. അപ്പോൾ ഈ 2 വ്യക്തികളായതുകൊണ്ട് തന്നെ ഓണറിൻ്റെ കയ്യിൽ നിന്നും ബിസിനസ് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ അക്കൗണ്ടാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുക. ബിസിനസ്സിൻ്റെ ഭാഗത്തിൽ നോക്കുമ്പോൾ ഓണറുടെ കയ്യിൽ നിന്നും കാശ് അകത്തേക്ക് വരുന്നു. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിനകത്തേക്ക് വന്നപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടിയതുകൊണ്ട് ആ ക്യാഷിനെ നമ്മൾ അസറ്റ് കൂടി എവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് സംഭവിച്ചു നോക്കാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. എന്തുകൊണ്ട് ലയബിലിറ്റി ആയി? ഓണറുടെ കയ്യിൽ നിന്നും ബിസിനസ് വാങ്ങിയ ഈ കാശ് തിരിച്ച് ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ബാധ്യത കൂടി. കാശ് വന്നപ്പോൾ ബാധ്യത കൂടിയതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്ന ലയബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി അങ്ങോട്ടുള്ള പോസ്റ്റിംഗ് എല്ലാം നമുക്കറിയാം. ഇപ്പം ഒരു ജേണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. അതിൽ നിന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. അതിനകത്തുനിന്ന് P&L അക്കൗണ്ട് എഴുതാൻ പാടില്ല. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും പാടില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ട് വരും. നമുക്ക് 1-2 എക്സാമ്പിളൂടെ നോക്കാം. അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറയുകയാണ്. അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്തതുകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ച് പറയുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതിനിടയ്ക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി, ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കേണ്ടത് അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ പെയ്ഡ് എന്നുള്ള ഒരു പ്രയോഗം അവിടെ ഉണ്ടതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. പെയ്ഡ് എന്ന് പറയുമ്പോൾ കൊടുത്തു എന്നാണ് അർത്ഥം. കൊടുത്തു, എന്തായിരിക്കും കൊടുത്തത്? ക്യാഷ് ആയിരിക്കും കൊടുത്തത്. അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി കൊടുത്തു. അപ്പോൾ അത് ഉറപ്പായിട്ടും ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് 2 അക്കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പാടൊന്നുമില്ല. ഒരെണ്ണം ക്യാഷും രണ്ടാമത് അതിനകത്ത് തന്നെ പറയുന്ന എക്സ്പെൻസാണ് സാലറി. അപ്പം ഒരു അക്കൗണ്ട് നമുക്ക് ക്യാഷ് എന്ന് കിട്ടി, രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് സാലറി എന്നും കിട്ടി. അപ്പം ഇനി ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. ക്യാഷ് അവിടെ കൂടിയോ കുറഞ്ഞോ നോക്കാം, അസറ്റ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ നോക്കാം. പെയ്ഡ് സാലറി എന്നാണ് പറഞ്ഞത്. പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ഉറപ്പായിട്ടും നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ സാലറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് നമുക്ക് നോക്കാം. പെയ്ഡ് സാലറി എന്നാണ് പറയുന്നത്. പെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി കൊടുത്തു. ആര് കൊടുത്തു? ബിസിനസ് സാലറി കൊടുത്തു. ബിസിനസ് സാലറി കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പെൻസ് ആയിരിക്കും. അപ്പം എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസിന് കൂടിയോ കുറഞ്ഞോ നോക്കാം. കൊടുക്കുമല്ലേ സാലറി, അപ്പോൾ ഉറപ്പായിട്ട് എക്സ്പെൻസ് കൂടുമല്ലേ. അപ്പോൾ എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് തന്നെ സാലറീനെ നമ്മൾ ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യണം. അപ്പം
നമ്മൾ പെയ്ഡ് സാലറി എന്നുള്ളതിന് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ നോക്കി അതിൻ്റെ അകത്തുനിന്ന് 2 അക്കൗണ്ട് കണ്ടുപിടിച്ചു, ക്യാഷും സാലറിയും. ക്യാഷിന് നമ്മൾ ക്രെഡിറ്റും ചെയ്തു, സാലറി നമ്മൾ ഡെബിറ്റും ചെയ്തു. അതിൻ്റെ കാരണവും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും ജേണൽ എൻട്രി? സാലറി അക്കൗണ്ട് എറ്റർ ടു ക്യാഷ് എന്നുള്ളതായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി. അടുത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന ജേണൽ എൻട്രിക്കകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളതാണ്. അപ്പം പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ തന്നെ ക്യാഷ് എന്നുള്ള വാക്ക് അതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് പറയാം അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ്റെ പ്രത്യേകത ഒരു അക്കൗണ്ട് ഉറപ്പായിട്ടും ക്യാഷ് ആയിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും അസറ്റോ ലയബിലിറ്റിയോ ഇൻകമോ എക്സ്പെൻസിനോ പറ്റി പറയുന്നുണ്ടോ നോക്കുക. ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് പർച്ചേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്കൗണ്ട് ക്യാഷും രണ്ടാമത്തെ അക്കൗണ്ട് പർച്ചേസും ആയിരിക്കും. ഇനി ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുമാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടിയോ കുറഞ്ഞോ എന്ന് ആലോചിക്കുക. ക്യാഷ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്, അസറ്റ് കുറഞ്ഞു. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ നമുക്കറിയാം നമ്മളതിനെ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് വരുന്നു. അതുപോലെ പർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ് ഉണ്ടായത്. എക്സ്പെൻസ് കൂടിയത് കൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. പർച്ചേസ് അക്കൗണ്ട് എറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇതുപോലെ ഏത് ട്രാൻസാക്ഷൻ കിട്ടിയാലും നിങ്ങൾ അതിൽ നിന്ന് 2 അക്കൗണ്ട് ആദ്യം നോക്കേണ്ടത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ നോക്കുക. അതിനകത്ത് നിന്ന് 2 അക്കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ അക്കൗണ്ട് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ നോക്കുക. ഇനി ഇത് കൂടുന്നോ കുറയുന്നോ നോക്കുക. കൂടുന്നെങ്കിൽ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം, കുറയുന്നെങ്കിൽ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് വരുന്നത് ചില ആൾക്കാർ ഇതിൻ്റെ അക്കൗണ്ടിങ് റൂള് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നത്. അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന 2 രീതിയിലാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ 2 രീതിയിൽ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് എന്നും നോൺ പേഴ്സണൽ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ടായിരിക്കും 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ ഈ നോൺ പേഴ്സണൽ അക്കൗണ്ട്സിനെ തന്നെ പിന്നെയും 2ആയിട്ട് തിരിക്കുന്നുണ്ട്, റിയൽ അക്കൗണ്ട് എന്നും നോമിനൽ അക്കൗണ്ട് എന്നും. അപ്പോൾ നമുക്ക് പൊതുവേ പറയാം അക്കൗണ്ട്സിനെ 3ആയിട്ട് പറയുന്നു: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേരാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റത്തിനാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ട്സിനാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഫർണിച്ചറുണ്ട്, ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. ഇതുപോലെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന എല്ലാ ടൈപ്പ് അക്കൗണ്ടിനെയും നമ്മൾ റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. മൂന്നാമത്തായിട്ട് നോമിനൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഇൻകത്തിനെയും എല്ലാ എക്സ്പെൻസിനെയും സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്സ്. ഇനി ഇതിൻ്റെ റൂള് വെച്ചിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു റൂളായിരിക്കും, പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു റൂളായിരിക്കും, നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു റൂളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ആ റൂൾ കൂടെ ഒന്ന് പറയാം. റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ റൂൾ വെച്ചിട്ട് മനസ്സിലാക്കുക: ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അകത്തേക്ക് വരുന്നതിനെ, അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. അത് അകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക, പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. രണ്ടാമത്തെ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവർ ആരാണോ അയാളെ ഡെബിറ്റ് ചെയ്യുക, ഗിവർ ആരാണോ അയാളെ ക്രെഡിറ്റ് ചെയ്യുക. മൂന്നാമത്തെ നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇത് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് റൂൾസ് തന്നെ പറയുന്ന ഒരു. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ വന്നിട്ട് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റം ബിസിനസ്സിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക, പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം 2 അക്കൗണ്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ അക്കൗണ്ട് നമുക്കറിയാം ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ നോക്കി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ.
ക്യാഷ് എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് തന്നെ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് നമ്മളെടുത്തു ക്യാഷ്. രണ്ടാമത് ഏതെങ്കിലും ഇൻകമോ എക്സ്പെൻസോ അസറ്റോ ലൈബിലിറ്റിയോ അതിനകത്തുണ്ടോ നോക്കുക. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് ഫർണിച്ചറും എടുക്കാം. അപ്പോൾ ഇതിലുള്ള 2 അക്കൗണ്ട്സ് ആണ്, ഒന്ന് ക്യാഷും 2 ഫർണിച്ചറും. എന്തുകൊണ്ട് നമ്മൾ പർച്ചേസ് എടുത്തില്ല? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. എക്സ്പെൻസും അസറ്റും വരുവാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസും ഇവിടെ ഉണ്ട്, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റും ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഫർണിച്ചറിനെയും ക്യാഷിനെയും സെലക്ട് ചെയ്തു? പർച്ചേസിനെ എന്തുകൊണ്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസും അസറ്റും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അസറ്റിനാണ്, എക്സ്പെൻസിനല്ല. അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് അവിടെ എടുക്കാത്തത്. ഇപ്പോൾ ഇവിടെയുള്ള 2 അക്കൗണ്ട് വരുന്നത് ഫർണിച്ചറും ക്യാഷുമാണ്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള റൂൾ അല്ല ഇപ്പോൾ നോക്കുന്നത്. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം. ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മൾ ആ റൂൾ അല്ല നോക്കുന്നത്, നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ റൂളാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ അക്കൗണ്ടിൻ്റെ റൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഫർണിച്ചർ ബിസിനസ്സിനകത്തേക്ക് വരികയാണോ പുറത്തേക്ക് പോവുകയാണോ എന്ന് നോക്കണം. അപ്പം ഇവിടെ നമുക്കറിയാം ഫർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണ്, ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഫർണിച്ചർ ബിസിനസ്സിനകത്തേക്ക് വരുവാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഫർണിച്ചർ അകത്തേക്ക് വരുന്നത് കൊണ്ട് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ക്യാഷ് എന്ന് പറയുന്നതും റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് എന്ന് പറയുന്ന റിയൽ അക്കൗണ്ട് ബിസിനസ്സിനകത്തേക്കാണോ പുറത്തേക്കാണോ പോകുന്നതെന്ന് നോക്കാം. ക്യാഷ് ഫർണിച്ചർ വാങ്ങിക്കുമ്പോഴത്തേക്കും ക്യാഷ് പുറത്തേക്ക് പോകുന്നു. ക്യാഷ് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതാണ് നമ്മുടെ റൂള്. ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്, അത് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 രീതിയിലാണ് ശരിക്കും നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാറ്. ആ 2 രീതിയും ഞാൻ ഒന്നുകൂടെ പറയാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്നുള്ളതാണ് നമ്മുടെ ജേണൽ എൻട്രി. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയ 2 അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പർച്ചേസും ക്യാഷുമാണ്, ഫർണിച്ചറും ക്യാഷുമാണ്. ഇനി ആദ്യം പറഞ്ഞ റൂൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ നോക്കുക. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതുപോലെ ക്യാഷ് എന്ന് പറഞ്ഞാലും അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ നോക്കുക. ക്യാഷ് ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാഷിനെ നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ സെയിം സംഭവം തന്നെയാണ് ഈ റൂള് പറയുമ്പോഴും വരുന്നത്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അത് ബിസിനസ്സിനകത്തേക്ക് വരുന്നത് കൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ. അതുപോലെ ക്യാഷ് എന്ന് പറഞ്ഞാലും റിയൽ അക്കൗണ്ടാണ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കി, അൾട്ടിമേറ്റ്ലി നമ്മൾ അവസാനം വന്നപ്പോഴത്തേക്കും രണ്ടും ഒരേപോലെയായി. അപ്പോൾ ഇത് 2 റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഒരേ കാര്യം ചെയ്യുന്നു. നിങ്ങൾക്കിതിൽ ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലൈബിലിറ്റി ഇത് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റത് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ, അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻക്രീസും ഡിക്രീസും നോക്കി ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് വരാം. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യുക, ആരാണോ കൊടുക്കുന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിന് ഒരു എക്സാമ്പിൾ നോക്കാം. പെയ്ഡ് ക്യാഷ് ടു മിസ്റ്റർ രാജ്. പെയ്ഡ് ക്യാഷ് ടു മിസ്റ്റർ രാജ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ നോക്കുക. പെയ്ഡ് ക്യാഷ് എന്നുള്ള വാക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഉറപ്പായിട്ടും ക്യാഷ് ആയിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ട് ഒരു വ്യക്തിയുടെ പേര് അവിടെ എടുത്ത് പറയുന്നുണ്ട്. രാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര്, വേറെ ഒരു ഇൻകവും എക്സ്പെൻസും അസറ്റും ലൈബിലിറ്റി അവിടെ പറയുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് രാജായിരിക്കും. അപ്പം ഒരു അക്കൗണ്ട് ക്യാഷും രണ്ടാമത്തെ അക്കൗണ്ട് രാജും. അപ്പോൾ നമുക്ക് റൂളിലേക്ക് പോവാം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ ഇവിടെ. പുള്ളിക്കാരൻ റിസീവർ ആണോ ഗിവർ ആണോ നോക്കുക. പെയ്ഡ് ക്യാഷ് ടു രാജ് എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. ഇപ്പോൾ രാജ് എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ആളാണ്, ബിസിനസ്സാണ് രാജിന് കാശ് കൊടുക്കുന്നത്. അപ്പം രാജ് റിസീവർ ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് ദ റിസീവർ, രാജിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക.
രണ്ടാമത്തത് ക്യാഷ് ആണ്. ക്യാഷ് ഏത് അക്കൗണ്ടാണ്? ക്യാഷ് നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നമുക്കറിയാം, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ക്യാഷ് രാജിന് കൊടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതുകൊണ്ട് നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ രാജിന് ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, റിസീവർ ആയതുകൊണ്ട് ക്യാഷ് പുറത്തേക്ക് പോയതുകൊണ്ട് അത് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ വെച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമുക്ക് മൂന്നാമത്തെ അക്കൗണ്ടിലേക്ക് പോകാം. മൂന്നാമത്തെ അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോമിനൽ അക്കൗണ്ട്സിലെ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും വരുന്നു. എങ്ങനെ നമ്മൾ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും മനസ്സിലാക്കുന്നു? ക്യാഷ് ബിസിനസ്സിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇൻകവും, പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസും ആയിരിക്കും. സാലറി ബിസിനസ്സിനകത്തേക്ക്, ബിസിനസ്സിന് കിട്ടുന്ന സാലറിയാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് അല്ലെങ്കിൽ റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഇൻകം ആയിരിക്കും. ഇനി ബിസിനസ് അത് വേറൊരു പാർട്ടിക്ക് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളാണത് റിസീവ് ചെയ്യുവാണോ അല്ലെങ്കിൽ പേ ചെയ്യുവാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പെയ്ഡ് റെൻറ്റ് ടു ലാൻഡ് ലോഡ്. ഓക്കെ, പെയ്ഡ് റെൻറ്റ് ടു ലാൻഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആദ്യം ഈ ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് 2 അക്കൗണ്ട്സ് ആണ്. അപ്പോൾ 2 അക്കൗണ്ട് ഏതൊക്കെ ആയിരിക്കും? ആദ്യം നമ്മൾ നോക്കുക, ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ. പെയ്ഡ് റെൻറ്റ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പെയ്ഡ് എന്നുള്ള വാക്ക് ക്യാഷിനെയാണ് സൂചിപ്പിക്കുന്നത്, വേറൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ക്യാഷേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പെയ്ഡ് എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് തന്നെ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു അക്കൗണ്ട് ക്യാഷ് ആയിരിക്കും. പെയ്ഡ് റെൻറ്റ് ടു ലാൻഡ് ലോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ ചാൻസ് ഉള്ള 2 അക്കൗണ്ട് ഉണ്ട്, റെൻറ്റും ലാൻഡ് ലോഡും. നമ്മളിതിൽ ഏത് സെലക്ട് ചെയ്യും? നമ്മൾ ലാൻഡ് ലോഡിന് കാശ് കൊടുക്കുന്നുണ്ടല്ലോ, കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ലാൻഡ് ലോഡിനെ ചൂസ് ചെയ്യായിരുന്നു. അതായത് കടം പറയുമായിരുന്നെങ്കിൽ, പുള്ളിക്കാരൻ്റെ അടുത്ത് കടം പറയുമായിരുന്നെങ്കിൽ നമുക്ക് ലാൻഡ് ലോഡിനെ ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ റെൻറ്റ് പുള്ളിക്കാരന് കൊടുക്കുന്നത് കൊണ്ട് ഇനി ആ പേര് വന്നാലും അതിന് പ്രാധാന്യമില്ല. അപ്പോൾ നമ്മൾ ഏതിനെ ചൂസ് ചെയ്യത്തുള്ളൂ? റെൻറ്റിനെ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ടാണ് ക്യാഷും റെൻറ്റും. ഇനി ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ട് ക്യാഷ് റിയൽ അക്കൗണ്ടാണ്, കാരണം അതിന് ടാഞ്ചിബിൾ നേച്ചറാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്യാഷ് അകത്തേക്ക് വരുന്നോ പുറത്തേക്ക് പോകുന്നോ നോക്കുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. അപ്പോൾ ഇവിടെ കാശ് കൊടുക്കുന്നത്, റെൻറ്റ് കൊടുക്കുവാണ്, റെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് വന്നിട്ട് റെൻ്റാണ്. റെൻറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെൻറ്റ് കിട്ടുന്നതല്ല, കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഇൻകം എന്ന് പറയായിരുന്നു. കൊടുക്കുന്നത് കൊണ്ട് റെൻറ്റ് എക്സ്പെൻസ് ആണ്. റെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൂള് പറയുന്നു ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു എക്സ്പെൻസ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരും റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഈ ഡൗട്ട്സ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇന്ന് പറഞ്ഞ ഈ ക്ലാസ് കൊണ്ടുവന്നത്തെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എല്ലാവരും നന്നായിട്ടത് മനസ്സിലാക്കുക. നന്നായിട്ട് റെഫർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അപ്പം ഇന്ന് പറഞ്ഞ് നിർത്തിയ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ്.